സംസ്ഥാനത്തെ ജനങ്ങളെ KSEB ഷോക്ക് അടിപ്പിച്ച് കൊല്ലും. നിരക്ക് കൂട്ടിക്കൊണ്ടുള്ള താരിഫ് പരിഷ്കരണ നിർദ്ദേശങ്ങൾ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് KSEB സമർപ്പിച്ചിരിക്കുകയാണ്. ഗാർഹിക ഉപഭോക്താക്കൾക്ക് പൊള്ളുന്ന തരത്തിലുള്ള പരിഷ്കരണ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. പ്രതിമാസം 250 യൂണിറ്റിന് മുകളിൽ ഉപഭോഗമുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് പകൽ സമയത്തെ വൈദ്യുതി ചാർജിൽ 10% ഇളവ് അനുവദിക്കും എന്നതാണ് ഏക ആശ്വാസം. എന്നാൽ ഈ വിഭാഗത്തിന്റെ പീക്ക് സമയത്ത്, അതായത് വൈകിട്ട് 6 മുതൽ രാത്രി 10 മണി വരെയുള്ള സമയത്ത് വൈദ്യുതി ചാർജ് സാധാരണ താരിഫിന്റെ 125% ആക്കണം എന്നതാണ് KSEBയുടെ ആവശ്യം. മാത്രമല്ല, ഓഫ് പീക്ക് സമയത്ത് വൈദ്യുതി ചാർജ് 100% നിജപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിലുണ്ട്. സോളാർ വൈദ്യുതി ലഭ്യമായതിനാലാണ് പകൽ സമയത്തെ ഇളവ് നൽകാൻ തീരുമാനിച്ചതെന്നാണ് KSEBയുടെ വിശദീകരണം. എന്നാൽ രാത്രി പീക്ക് അവറിൽ ഉപഭോഗം കൂടിയതിനാൽ വില കൂടിയ വൈദ്യുതി വാങ്ങേണ്ട അവസ്ഥയാണുള്ളത്. ഇത് KSEBക്ക് കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് വരുത്തുന്നത്. ഇതിന് പരിഹാരമായാണ് രാത്രികാലത്തെ ഇളവ് പകൽ സമയത്തേക്ക് മാറ്റി ആ പീക്ക് അവറിൽ 125% വർധനവ് വേണമെന്ന് KSEB ആവശ്യപ്പെടുന്നത്. വൈദ്യുതി ഉപയോഗം കൂടുതലുള്ള 4 മണിക്കൂർ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിക്കുമായിരുന്ന വൻ അവസരം അനാസ്ഥ മൂലം KSEB നഷ്ടപ്പെടുത്തിയിരുന്നു. പുനരുപയോഗിക്കാവുന്ന സ്രോതസ്സുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന 1500 മെഗാവാട്ട് യൂണിറ്റിന് 4 രൂപ 46 പൈസയ്ക്ക് ലഭ്യമാക്കാമെന്നും ആവശ്യകത ഉടൻ അറിയിക്കണമെന്ന് നിർദ്ദേശിച്ച് സത്ലജ് ജൽ വൈദ്യുതി നിഗം ലിമിറ്റഡ് നൽകിയ കത്തിന് KSEB മറുപടി നൽകിയതാകട്ടെ 4 മാസം കഴിഞ്ഞാണ്. 2023 നവംബർ 24 ലഭിച്ച കത്തിന് മറുപടി ഈ വർഷം, അതായത് 2024 മാർച്ചിലാണ് നൽകിയത്. ഈ മറുപടി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ 1500 മെഗാവാട്ടിനും കരാറായെന്ന് SJVN ജൂൺ 10 KSEBയെ അറിയിക്കുകയായിരുന്നു. ആദ്യമേ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ മുഴുവൻ വൈദ്യുതിയും KSEBക്ക് തന്നെ ലഭിക്കുമായിരുന്നു. കുറഞ്ഞ നിരക്കിൽ ദീർഘകാലത്തേക്ക് വൈദ്യുതി ലഭിക്കാനുള്ള 4 കരാറുകൾ ടെൻഡറുകളിലെ വീഴ്ച മൂലം വൈദ്യുതി അപ്പലേറ്റ് ട്രിബ്യൂണൽ റദ്ദാക്കിയിരുന്നു. അതിനു പിന്നാലെയാണ് ഈ ഗുരുതരമായ വീഴ്ച. ഇതോടെ കൂടിയ തുകയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ട അവസ്ഥ വന്നു. ഈ ഭാരമാണ് ഇപ്പോൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ KSEB ശ്രമിക്കുന്നത്. ഇതിനുള്ള നിർദ്ദേശങ്ങളാണ് KSEB റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ വച്ചിരിക്കുന്നത്. ലോ ടെൻഷൻ വിഭാഗത്തിലെ ഗാർഹിക ഉപഭോക്താവിന്റെ ഫിക്സഡ് ചാർജിലും വർധനവിന് നിർദ്ദേശമുണ്ട്. 40 യൂണിറ്റ് വരെ BPL കുടുംബങ്ങൾക്ക് സിംഗിൾ ഫേസിനും 3 ഫേസിനും ഫിക്സഡ് ചാർജ് ഇല്ല. എന്നാൽ മറ്റ് ഉപഭോക്താക്കൾക്ക് സിംഗിൾ ഫേസിന് 50 യൂണിറ്റ് വരെ 2024-25 50ഉം 2025-26 സാമ്പത്തിക വർഷങ്ങളിൽ 55 രൂപ വീതവും കൂട്ടണമെന്നാണ് നിർദ്ദേശം. നിലവിൽ ഈ കാറ്റഗറിയിൽ 40 രൂപയാണ് ഈടാക്കി വരുന്നത്. 3 ഫേസ് കണക്ഷൻ ഉള്ളവർക്ക് ഇതേ കാറ്റഗറിയിൽ ഇപ്പോൾ ഈടാക്കുന്ന 100 രൂപയിൽ നിന്നും 2024-25 150ഉം 25-26 സാമ്പത്തിക വർഷം 170ഉം 2026-27 175 രൂപയാക്കി കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 51 മുതൽ 100 യൂണിറ്റ് വരെയുള്ള സിംഗിൾ ഫേസ് ഉപഭോക്താക്കൾക്ക് ഇതേ സാമ്പത്തിക വർഷങ്ങളിൽ 80ഉം 90ഉം രൂപയും, 101 മുതൽ 150 യൂണിറ്റ് വരെ 100ഉം 110 രൂപയും, 151 മുതൽ 200 യൂണിറ്റ് വരെ 150ഉം 160ഉം 165 രൂപയും, 201 മുതൽ 250 യൂണിറ്റ് വരെ 160ഉം 170ഉം 175 രൂപയായി വർദ്ധിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. 500 യൂണിറ്റ് വരെയുള്ള ഉപഭോക്താക്കൾക്ക് 260ഉം 270ഉം 275 രൂപ വർദ്ധിപ്പിക്കണം. 500 യൂണിറ്റിന് മുകളിൽ 290ഉം 310ഉം 315 രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് KSEB സമർപ്പിച്ച നിർദ്ദേശത്തിലുള്ളത്. ഗാർഹിക വിഭാഗം, അതായത് 3 ഫേസ് ഉപഭോക്താക്കൾക്ക് ഘട്ടം ഘട്ടമായി കണക്റ്റഡ് ലോഡിന്റെ അടിസ്ഥാനത്തിൽ ഫിക്സഡ് ചാർജ് ഏർപ്പെടുത്തണം. സോളാർ ഉപഭോക്താക്കളെ TOD ബില്ലിംഗ് സംവിധാനത്തിലേക്ക് മാറ്റണം. പീക്ക് സമയത്ത് KSEB ഗ്രിൽ നിന്ന് സ്വീകരിക്കുന്ന വൈദ്യുതി കമ്മീഷൻ അംഗീകരിച്ച താരിഫ് പ്രകാരം ബിൽ ചെയ്യണമെന്നും നിർദ്ദേശത്തിലുണ്ട്. മധ്യവേനൽ അവധിക്കാലത്ത്, അതായത് 2024-25 മുതൽ 2026-27 വരെ ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ സമ്മർ താരിഫായി യൂണിറ്റിന് 10 പൈസ നിരക്കിൽ ഈടാക്കണം. ഈ താരിഫിൽ നിന്ന് 50 യൂണിറ്റ് വരെ പ്രതിമാസം ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾ, LTV-A വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കാർഷിക ഉപഭോക്താക്കൾ, വൃദ്ധസദനങ്ങൾ, അനാഥാലയങ്ങൾ, അംഗൻവാടികൾ എന്നിവ ഉൾപ്പെടുന്ന LTVID ജനറൽ കാറ്റഗറിയിലെ ഉപഭോക്താക്കൾ എന്നിവരെ സമ്മർ താരിഫിൽ നിന്നും ഒഴിവാക്കി. TOD താരിഫ് പ്രകാരം ബിൽ ചെയ്യപ്പെടുന്ന വ്യാവസായിക ഉപഭോക്താക്കളുടെ പകൽ സമയത്തെ എനർജി ചാർജിൽ 10% ഇളവ് അനുവദിക്കുകയും ഓഫ് പീക്ക് സമയത്തെ എനർജി ചാർജ് സാധാരണ താരിഫിന്റെ 100% നിജപ്പെടുത്തണമെന്നും
KSEB ആവശ്യപ്പെടുന്നുണ്ട്. പ്രതിമാസം 250 യൂണിറ്റിന് മുകളിൽ ഉപഭോഗമുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് ഘട്ടം ഘട്ടമായി മീറ്റർ സ്ഥാപിച്ച് പകൽ സമയത്തെ വൈദ്യുതി ചാർജിൽ 10% ഇളവ് അനുവദിക്കണം. ഈ വിഭാഗത്തിന്റെ പീക്ക് സമയത്ത് വൈദ്യുതി ചാർജ് സാധാരണ താരിഫിന്റെ 25%, ഓഫ് പീക്ക് സമയത്ത് വൈദ്യുതി ചാർജ് 10%, നിജപ്പെടുത്തണം. റെഗുലേറ്ററി കമ്മീഷന്റെ 2023 ഒക്ടോബർ 31 താരിഫ് ഉത്തരവ് പ്രകാരം പവർ ഫാക്ടർ ഇൻസെന്റീവും പെനാൽറ്റിയും തുടരണമെന്നും KSEB ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിലുള്ള മീറ്റർ വാടക താരിഫ് പ്രകാരമുള്ളത് തന്നെ തുടരണം. 2024-25 മുതൽ 2025-26 വരെയുള്ള കാലയളവിലേക്ക് താരിഫ് പരിഷ്കരിക്കുന്നതിനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. KSEB ഫയൽ ചെയ്ത പെറ്റീഷനുമേൽ റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം 2022-23 കാലയളവിലേക്ക് 1927.20 കോടി രൂപയുടെ റവന്യൂ കമ്മി അനുവദിച്ച് നേരത്തെ ഉത്തരവിറക്കിയിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിലെ അംഗീകരിച്ച റവന്യൂ കമ്മി 2023-24 2931.03 കോടി രൂപയും 2024-25 3020.30 കോടി രൂപയും 2025-26 2837.26 കോടി രൂപയും 2026-27 2882.09 കോടിയും ആയിരുന്നു. കമ്മീഷൻ 2022-23 1010.94 കോടി രൂപ താരിഫ് പരിഷ്കരണത്തിലൂടെ ഈടാക്കാൻ അനുമതി നൽകിയിരുന്നു. തുടർന്ന് കമ്മീഷൻ ഈടാക്കിയ താൽക്കാലിക ഉത്തരവ് പ്രകാരം 532.50 കോടി രൂപ താരിഫ് പരിഷ്കരണത്തിലൂടെ ഈടാക്കാൻ അനുമതി നൽകുകയും ചെയ്തിരുന്നു. ഈ താരിഫ് പരിഷ്കരണത്തിന് 2023 നവംബർ 1 മുതൽ 2024 ജൂൺ 30 വരെ പ്രാബല്യവും ഉണ്ടായിരുന്നു. ഈ താരിഫ് കമ്മീഷന്റെ ഉത്തരവ് പ്രകാരം തന്നെ 2024 സെപ്റ്റംബർ 30 വരെ തുടരുന്നതിന് അനുവദിച്ചിട്ടുമുണ്ട്. 2024 ജൂലൈ 1 മുതൽ താരിഫ് പരിഷ്കരണത്തിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ കമ്മീഷൻ മുമ്പാകെ സമർപ്പിക്കണമെന്ന് കഴിഞ്ഞ മെയ് 16 കത്ത് മുഖേന ആവശ്യപ്പെട്ടിരുന്നു. കമ്മീഷൻ അംഗീകരിച്ച റവന്യൂ കമ്മി നികത്തുന്നതിന് കമ്മീഷന്റെ നിർദ്ദേശാനുസരണം 2024-2025 മുതൽ 2026-27 വരെ റീറ്റെയിൽ സപ്ലൈ താരിഫ്, ലൈസൻസുകൾക്ക് ബാധകമായിട്ടുള്ള താരിഫ്, മറ്റു ചാർജുകൾ എന്നിവ പരിഷ്കരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് KSEB ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്.